നമസ്കാരം, ഞാൻ ഡോക്ടർ ജാനകി, സമദ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ പറ്റിയാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ സ്ഥിരം ന്യൂസിലും പല സിറ്റുവേഷൻസിലും ഒക്കെ കേട്ട് തുടങ്ങിയ ഒരു ടേമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അതായത് പ്രസവത്തിന് ശേഷം ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വിഷാദ രോഗത്തിനെയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് ഉണ്ടായ ഒരു അസുഖമല്ല, ഇത് പല കാലങ്ങളായിട്ടുള്ള കുഴപ്പം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ സൊസൈറ്റി അതിനെപ്പറ്റി ബോധവതികളും ബോധവാന്മാരും ആയപ്പോൾ ഇതിനൊരു ടേം വന്നതും ഇതിനെക്കുറിച്ച് ആളുകൾ കേട്ട് തുടങ്ങിയതുമാണ്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ആ ഒരു ടേമേ കേൾക്കുന്നുള്ളെങ്കിൽ അതിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, അത് വളരെ കോമൺ ആണ്. ഏകദേശം 60% സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. അത് പൊതുവെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസത്തിനുള്ളിൽ അതിൻ്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ച വരെയൊക്കെയാണ് അത് നീണ്ടു നിൽക്കുക. എപ്പോഴും ഒരു അകാരണമായിട്ടുള്ളൊരു കരച്ചില്, അല്ലെങ്കിൽ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക, കുറച്ച് ഉത്കണ്ഠ ഉണ്ടാകുക, അങ്ങനെ വിശപ്പില്ലായ്മ, ഇങ്ങനത്തെ സിംറ്റംസ് ആണ് പൊതുവെ കാണുക. പൊതുവെ അത് കുറച്ചുകൂടെ മൈൽഡ് ആയിരിക്കും. എപ്പോഴും എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്നില്ല, ആ അമ്മ തന്നെ അത് ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷെ ഒരു 2-3 ആഴ്ചയിൽ കൂടുതൽ അത് പൊതുവെ നീണ്ടു നിൽക്കാറില്ല. ഇതിനേക്കാളും കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ളൊരു വേർഷനാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് ഏകദേശം 15% സ്ത്രീകളെയാണ് പ്രസവത്തിന് ശേഷം അത് എഫക്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസിൽ പറഞ്ഞ അതേ സിംറ്റംസും ഉണ്ട്, പക്ഷെ അതിൻ്റെ കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ളതാണ്. ശരിക്കും വിഷാദ രോഗികളെ പോലെ ഒരു പ്രതീക്ഷയില്ലായ്മ, മൂഡ് സ്വിങ്സ് വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, ആങ്സൈറ്റി വരിക, സങ്കടം വരിക, അകാരണമായി കരയുക, പെട്ടെന്ന് തന്നെ മൂഡ് മാറി സന്തോഷമാവുക, ഇതൊക്കെ കാണപ്പെടാം. പിന്നെ പൊതുവേ സ്വന്തം കാര്യമായാലും കുഞ്ഞിൻ്റെ കാര്യമായാലും കറക്റ്റായിട്ട് അത് നോക്കാൻ കഴിയാതെ വരിക, ഒരു താല്പര്യമില്ലായ്മ, ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ കാണുക. അപ്പോൾ ഇതും ഡെലിവറി കഴിഞ്ഞൊരു ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇത് 1 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു പ്രശ്നമാണ്. 1 വർഷം കഴിഞ്ഞ് അത് ഉടനെ അങ്ങ് അപ്രത്യക്ഷമാവുന്നല്ല, 1 വർഷം കഴിഞ്ഞ് നീണ്ടു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇതിൽ നിന്നും തീവ്രമായിട്ടുള്ള ഇതാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. അതായത് 1000-ൽ 1 സ്ത്രീയെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. ഇത്തരം സിറ്റുവേഷൻസിൽ ആ സ്ത്രീക്ക് ഉറക്കമില്ലായ്മ, കൺഫ്യൂഷൻ വരിക, അതായത് ചിത്തഭ്രമം പോലെ ഹാലൂസിനേഷൻസ് കാണുക, ഭയങ്കര വയലൻ്റ് ആയിട്ട് പെരുമാറുക, അതിൻ്റെ കൂടെ തന്നെ ആത്മഹത്യാ പ്രവണത കൂടുക, കുഞ്ഞിൻ്റെ ജീവനും അപകടമുണ്ടാക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇത് വളരെ റെയറാണ്, പക്ഷേ ഇത്തരം സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ന്യൂസിലൊക്കെ ഒന്ന് കേൾക്കുക. അപ്പോൾ ഇതാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം സമയത്ത്, അതായത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഈ മൂഡ് സ്വിങ്സ്, ബ്ലൂസ് ആയാലും എന്താണെങ്കിലും ഉണ്ടാകുന്നത്? പ്രഗ്നൻസി സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ഒക്കെ പൊതുവെ ഭയങ്കര കൂടിയ ലെവലിലായിരിക്കും. ഡെലിവറി കഴിയുന്ന സമയത്ത് ഇത് സ്പീഡിൽ തന്നെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കുറയാൻ തുടങ്ങുകയും പ്രഗ്നൻസിക്ക് മുൻപ് ഉണ്ടായിരുന്ന ലെവലിലേക്ക് അത് താഴുകയും ചെയ്യും. ഇത് കുറച്ച് സ്പീഡിൽ നടക്കുമ്പോൾ ഒന്ന് അത് മേജറായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു ചേഞ്ചാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആ അമ്മയ്ക്ക് സാമൂഹികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള പല പ്രശ്നങ്ങളും ഒന്നിച്ച് തന്നെയാണ് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ ഒരു കുഞ്ഞ് വരിക എന്ന് പറയുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് കറക്റ്റ് ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് തന്നെയാണ് ഇതെല്ലാം ഒന്നിച്ച് സംഭവിക്കുന്നതെന്നുള്ളതാണ് പലപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കാരണമായിട്ട് പറയുന്നത്. അപ്പം ചിലവർക്ക് ഇതിനുള്ള സാധ്യത സാധാരണക്കാരെക്കാളും കൂടുതലായിരിക്കും. ചില സ്ത്രീകൾക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വരാനുള്ള സാധ്യത സാധാരണക്കാരെക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളെന്ന് പറയുന്നത് ഒന്ന് ഈ പ്രീമെൻസ്ട്രുവൽ ഡിസ്ഫോറിയ, അതായത് പീരിയഡ് സമയത്ത് ഡിപ്രസീവ് സിംറ്റംസ് ഉള്ള ആളുകൾ കാണും. അത് അത്ര അൺകോമൺ അല്ല, കുറച്ച് പേർക്ക് ഉള്ള ഒരു പ്രശ്നമാണ്. അതുള്ളവർ, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തെ അസുഖങ്ങളുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ള സ്ത്രീകൾ. പിന്നെ ഉള്ളത് കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ഉണ്ടായിരുന്നു, അതായത് വളരെയധികം പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞ ഒരു ദുരിതം നിറഞ്ഞ പ്രഗ്നൻസി ആയിരുന്നു. ഒരുപാട് അസുഖങ്ങളും കോംപ്ലിക്കേഷൻസും ഒക്കെ വന്ന് ഒരുപാട് ബെഡ് റെസ്റ്റ് മരുന്നുകളും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയിരിക്കും. അവരുടെ ഡെലിവറിയിലും ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നിരിക്കും. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടിയുള്ള ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ഉണ്ടായിരുന്ന സ്ത്രീകൾ, അതല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അസുഖങ്ങളുള്ളതാണെങ്കിൽ, വൈകല്യങ്ങളുള്ള കുഞ്ഞാണ് ജനിച്ചത്, അല്ലെങ്കിൽ കുഞ്ഞിന് മാസം തികഞ്ഞില്ല, അപ്പം അതിൻ്റെതായ കുറച്ചും കൂടെ അധികം ബുദ്ധിമുട്ടുകൾ ആ സ്ത്രീക്ക് നേരിടണം. അപ്പം ഇങ്ങനെയുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്.
പിന്നെ ഉള്ളത് വീട്ടില് ഭർത്താവ് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, പാർട്ട്ണറുമായിട്ട് അത്ര നല്ല റിലേഷൻഷിപ്പിലല്ല, അല്ലെങ്കിൽ വീട്ടിൽ സപ്പോർട്ടില്ല, സ്വന്തം ഫാമിലിയിൽ നിന്നായാലും ഹസ്ബൻഡ് ഫാമിലിയിൽ നിന്നായാലും, ഇതെല്ലാം കോമ്പൗണ്ട് ചെയ്ത് ഒന്നിച്ചാണ് ഇതിലൊരു കുഴപ്പമായിട്ട് അല്ലെങ്കിൽ ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കുഞ്ഞിനെ ബാധിക്കാമോ? അതായത് അമ്മയ്ക്കിപ്പോൾ ഈ പ്രശ്നമുണ്ട്, അപ്പോൾ കുഞ്ഞിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ്ങിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. മാതൃശിശു ബോണ്ടിങ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം അതൊരു പ്രശ്നമാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, കുഞ്ഞിന് കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവണമെന്നില്ല, കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ചികിത്സ നേടാനൊക്കെ താമസം വരാം. അപ്പം ഇതൊക്കെയാണ് പൊതുവേ കാണുക. പിന്നെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്ക് പോവുകയാണെങ്കിൽ അമ്മ തന്നെയാണ് കുഞ്ഞിന് ഏറ്റവും ഡേഞ്ചർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആൾ. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇത് കാരണം ഉണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിനെ പറ്റി ബോധവതികളും ബോധവാന്മാരുമായിരിക്കണം. അതായത് കുടുംബത്തിലുള്ളവരായാലും, അതിപ്പോൾ പാർട്ട്ണർ ആയാലും, വീട്ടിലുള്ള പാരൻസ് ആയാലും, ഈ സ്ത്രീ തന്നെ ആയാലും കുറച്ച് അവെയർ ആയിരിക്കണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളും കാണുമ്പോൾ വലിയ മടിയൊന്നും കൂടാതെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടതും ചില സിറ്റുവേഷൻസിൽ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് വലിയ ചികിത്സ വേണ്ടി വരാറില്ലെങ്കിലും ഡിപ്രഷൻ, സൈക്കോസിസിനൊക്കെ ചികിത്സ തന്നെ എടുക്കേണ്ടി വരാം. അത് മരുന്നാകാം, കൗൺസിലിംഗ് ആകാം. സൈക്കോസിസ് പോലത്തെ സിറ്റുവേഷൻസിന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടിയാണ് വരാറ്. അപ്പം അതിന് മടി കൂടാതെ, അതൊരു കുറച്ചിലായി കാണാതെ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുക തന്നെ വേണം. പിന്നെ കുറേയൊക്കെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അതായത് വരാണ്ട് അല്ലെങ്കിൽ വരുന്നതിൻ്റെ കൂടെ കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, മെയിനായിട്ടുള്ളത് ഒന്ന്, എല്ലാവരും പ്രസവം കഴിഞ്ഞ് അമ്മയെ കാണാൻ പോകുമ്പോഴത്തേക്കും ചോദിക്കുന്നത് കുഞ്ഞിനെ പറ്റിയാണ്. കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടോ, കുഞ്ഞ് വെയിറ്റ് വെക്കുന്നുണ്ടോ, കുഞ്ഞിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അമ്മയെ പറ്റി ആരും അധികം അങ്ങനെ ചോദിക്കാറില്ല, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ആരും അന്വേഷിക്കാറില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ആ അമ്മയ്ക്കും വേണ്ട കുറച്ച് ഹെൽത്ത് നീഡ്സ് ഉണ്ട്, ആ നീഡ്സ് ഫുൾഫിൽഡ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിയുടെ ഡയറ്റ് ശരിയായിരിക്കണം, ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും എടുക്കുന്നത്. എപ്പോഴും ഒരു മുറിക്കാത്ത അല്ലെങ്കിൽ ഒരു ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞ് ചമ്പരം പടഞ്ഞ് ഒരു മുറിക്കാതിരിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു ലൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റും, അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും പോകാൻ പറ്റണം. പിന്നെ ഉറക്കമില്ലായ്മയാണ് പൊതുവേ എല്ലാ അമ്മമാരെ അലട്ടുന്ന ഒരു പ്രശ്നം. അത് കുഞ്ഞ് പാല് കുടിക്കുന്നത് കൊണ്ടാവാം, പൊതുവെ ഒരുപാട് കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ വരാം. ഈ ഉറക്കമില്ലായ്മ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാം. അപ്പം എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ ആ അമ്മയ്ക്ക് ഉറങ്ങാനുള്ള ഒരു സൗകര്യം ഒരുക്കേണ്ടത് ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരു പടി എന്ന് പറയുന്നത്, പൊതുവെ പറയപ്പെടുന്നത് വിസിറ്റേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് ഒരുപാട് വിസിറ്റേഴ്സ് വരുമ്പോൾ എപ്പോഴും അമ്മയുടെ റെസ്റ്റ് പീരിയഡ് ആണ് അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. കുഞ്ഞുറങ്ങുമ്പോൾ ആരും കുഞ്ഞിനെ ശല്യപ്പെടുത്താറില്ല, പക്ഷേ ആ അമ്മയുടെ റെസ്റ്റ് പീരീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ വിസിറ്റേഴ്സൊക്കെ കുറയ്ക്കുക. പിന്നെ മാക്സിമം സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് വേണം, പ്രത്യേകിച്ചും പാർട്ട്ണറിൽ നിന്ന് വേണം. പിന്നെ പാരൻസ്, ഇൻലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണ് കംഫർട്ടബിൾ എങ്കിൽ അവരുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആ ഗർഭിണിക്ക് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് സഹായം ചോദിക്കാൻ, ഇപ്പോൾ ഒരു സ്യൂസൈഡൽ ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിനോട് ദേഷ്യം തോന്നുന്ന സിറ്റുവേഷൻസ്, ഇതൊക്കെ ഉണ്ടാകാവുന്നതാണ് ഇങ്ങനത്തെ സമയങ്ങളിൽ. അങ്ങനെയുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനായിട്ട് പറ്റുന്ന ഒരാൾ വേണം. പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ കുഴപ്പം, അതായത് ഈ ഡിപ്രഷൻ പോലത്തെ കുഴപ്പങ്ങൾ കാണുന്നത് വളരെ യങ് ആയിട്ട് അമ്മമാരായവർക്കാണ്. അതായത് 20 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഗർഭിണിയാകുമ്പോൾ അവർക്ക് അതിനുള്ള പ്ലാനിങ്ങോ മെച്യൂരിറ്റിയോ ഇല്ലാത്തൊരു സമയം. അപ്പോൾ പ്രഗ്നൻസിയെക്കുറിച്ച്, അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ വലിയ അറിവില്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സീരിയസ്നെസ് അറിഞ്ഞുകൂടായിരുന്നത്, പെട്ടെന്ന് ഇത്രയും വലിയൊരു സംഭവമാണ് എന്നുള്ളത് ഡെലിവറി കഴിഞ്ഞാണ് അതിൻ്റെ സീരിയസ്നെസ് വരുന്നത്. അങ്ങനെ ഉള്ളവരിലൊക്കെയാണ് ഇത് പലപ്പോഴും കോമൺ ആയിട്ട് കണ്ടുവരിക. അപ്പോൾ കഴിയുന്നതും പ്ലാൻ ചെയ്തുള്ള പ്രഗ്നൻസിക്കൊക്കെ ഉള്ള കൗൺസിലിംഗ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സമയത്ത് ഉള്ള പ്രഗ്നൻസിയൊക്കെ ഇതിന് കാരണമാകുന്നു എന്ന് കാണുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പൊതുവേ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ കറക്റ്റ് ടൈമിന് ഒരു സപ്പോർട്ട് കിട്ടുകയാണ് കുടുംബത്തിൽ നിന്ന്. സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണേണ്ടി വന്നാൽ അതൊക്കെ ടൈമിന് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഏകദേശം എല്ലാവരും ഇത് ഓവർകം ചെയ്തു വരും. ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ച് അമ്മ പഴയപടി നല്ല സന്തോഷവതിയായി തന്നെ മാറാറുണ്ട്. അപ്പോൾ ഇത് എന്നേക്കുമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, ആ സമയത്ത് വേണ്ട സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്.
അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈയിടെ ഡെലിവറി കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടില്ലെങ്കിൽ, എപ്പോഴെങ്കിലും ആ അമ്മയുടെ സുഖവിവരങ്ങളും കൂടെ അന്വേഷിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ഡോക്ടറിനെ കാണാനായിട്ട് എൻകറേജ് ചെയ്യുക.